അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമ്മളെ തണ്ണിമത്തന് ഒത്തക്ക എന്ന് പറയുന്ന ഈ സംഭവം സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളൊക്കെ അത് കഴിക്കുക, ഭക്ഷണം കഴിച്ച ശേഷം ഫ്രൂട്ട് കഴിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെയാണല്ലോ കഴിക്കാറ് സാധാരണ. പക്ഷെ അത് പറയുന്നത് കേട്ടു ഇങ്ങനെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ എന്നുള്ളത്. അതങ്ങനെ പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം എന്നുള്ളത് തണ്ണിമത്തൻ പ്രത്യേകമായിട്ട് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? തണ്ണിമത്തൻ, ബത്തക്ക, ബിത്തീഖ് എന്നൊക്കെ പറയും. ഇത് ഭക്ഷണത്തോടു കൂടെ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ മുമ്പ് കഴിക്കണമെന്നാണ് ഏറെക്കുറെ പണ്ഡിതന്മാരും പറയുന്നത്. പൊതുവെ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഒരു ഫംഗ്ഷനോ സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ, ഇനി സൽക്കാരം വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പൊക്കെ ചിലപ്പോൾ ഫലവർഗ്ഗങ്ങളൊക്കെ കഴിക്കാറുണ്ട്. ഇതിൽ ബത്തക്ക ഉണ്ടാകും, അതുപോലെ തന്നെ പഴം ഉണ്ടാകും, ആപ്പിൾ ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പൊതുവെ അതൊക്കെ നമ്മൾ കഴിക്കൽ ഭക്ഷണമൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ച് അതുപോലെ തന്നെ ശേഷമാണ് പിന്നെ ഈ പറയുന്ന എൻ്റെ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കൽ. അതിൽ ബത്തക്ക ഉണ്ടാകും. പിന്നെ ഇപ്പോൾ മാത്രമല്ല, സംവിധാനിക്കൽ തന്നെ എന്താണ്, നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് എൻ്റെ ഫുഡുകളൊക്കെ മേശപ്പുറത്ത് ഇങ്ങനെ എടുത്തു വെച്ച് പിന്നെ ഫ്രൂട്ട്സിന് വേണ്ടി വേറൊരു ഭാഗം സെഷനായിട്ട് തിരിക്കും. നിങ്ങളുടെ ഫ്രൂട്ട്സ് കുറച്ച് അപ്പുറത്തായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സിന് വേണ്ടി അവിടെ പോകും. അപ്പോൾ ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഈ പറയുന്ന എൻ്റെ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പോവൽ. ഇവിടെ എൻ്റെ ഫ്രൂട്ട്സിൻ്റെ വിഷയത്തിലൊക്കെ ഏറെക്കുറെയൊക്കെ ഭക്ഷണത്തിന് മുമ്പ് തന്നെയാണ് എന്നാണ് ഏറെക്കുറെ പണ്ഡിതന്മാരും പറഞ്ഞത്. എന്നാൽ ചില ഫ്രൂട്ട്സുകളൊക്കെ പഴം പോലത്തൊക്കെ കൂടെ കഴിക്കുക, അങ്ങനെ പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന ചില ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടെങ്കിലും ബത്തക്ക എന്തായാലും തണ്ണിമത്തൻ എന്തായാലും ഭക്ഷണത്തിൻ്റെ മുമ്പാണ് കഴിക്കേണ്ടത്, ശേഷമോ കൂടെ കഴിക്കുക എന്ന് പറഞ്ഞതായിട്ട് എവിടെയും കണ്ടില്ല. നേരെ മറിച്ച് മുന്നേ കഴിക്കണം എന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞും ചെയ്തു. അപ്പോൾ പിന്നെ സംവിധാനിക്കുന്നത് എന്തോ ആവട്ടെ, അപ്പം അത് അവർക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ. ഒരുപക്ഷെ നമ്മൾ സംവിധാനിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗസ്റ്റിനെ നമ്മൾ വിളിച്ചു വരുത്തുമല്ലേ, നമ്മൾ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ബത്തക്ക മാത്രം മാറ്റി നിർത്തിയിട്ട് അത് ഈ പറയുന്ന മുന്നേ കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നൊരു പ്രകൃതിയാക്കി കൊടുക്കുക. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരു ബാക്കിയുള്ള ഫ്രൂട്ട്സ് തിന്നോട്ടെ. ഇനി അതല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബത്തക്ക ഒന്ന് മാറ്റി നിർത്തുക. അത് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുമ്പോൾ ചില പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കണ്ടു. ഏതായാലും ഇതുമായി ബന്ധിച്ചുകൊണ്ടൊക്കെ ഒരുപാട് വിഷയങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം അസ്സഖാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ തർശീഹ് ഫതുഹുൽ മുഈൻ വിശദീകരിച്ചുകൊണ്ട് തർശീഹിൽ തന്നെ പറയുന്നത്, ആദ്യം പറഞ്ഞ് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ മുമ്പായിരിക്കണം നല്ലത് എന്ന് മഹാനവറുകൾ ഇതിൽ ഒറ്റനോട്ടത്തിലൊന്ന് പറഞ്ഞു. 818 പേജിൽ തർശീഹിന്റെ വയംബഗി തഖ്ദീമു അഖ്ലിൽ ഫാഖിഹത്തി ഉണ്ടോ, ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് ഭക്ഷണത്തിൻ്റെ മുമ്പാണ് അനിവാര്യത എന്ന് പറയുന്നു. എന്നാൽ ഇതിൻ്റെ 819, 820 പേജുകളിലായിട്ട് മഹാനായ ഇമാം അജുഹൂരി റഹിമഹുല്ല തങ്ങളുടെ ഒരു നെളുമ്, ഒരു പദ്യമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, അവരുടെ ഇതിലൊക്കെ ബത്തക്ക എടുത്തു പറയുന്നുണ്ട്, അതായത് മുന്നേ തന്നെ കഴിക്കണം എന്നുള്ളത്. അതായത് എൻ്റെ മുന്നേ കഴിക്കേണ്ട, ഭക്ഷണത്തിൻ്റെ മുമ്പ് കഴിക്കേണ്ടത് അതിൻ്റെ ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ്, കൂടെ കഴിക്കേണ്ട ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ശേഷം കഴിക്കേണ്ട ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ് എന്നതൊരു പദ്യരൂപത്തിൽ കൊണ്ടുവന്നൊക്കെയാണ്. അപ്പോൾ അതിൽ ബിത്തീഖ് ബത്തക്ക എടുത്തു പറഞ്ഞിട്ടുണ്ട് മുന്നെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത്. അല്ലാമത്തുൽ അജ്ഹൂരി മാ യുഅ്കലു ഖബ്ല തുആമി വമഅഹു വബഅദഹു മിനൽ ഫവാക്കിഹി ഉണ്ടോ യഖൂലുഹു. ഇവിടെ ഭക്ഷണത്തിൻ്റെ മുമ്പ്, ഭക്ഷണത്തിൻ്റെ കൂടെ, ഭക്ഷണത്തിൻ്റെ ശേഷം ഇങ്ങനെ പഴവർഗ്ഗങ്ങൾ കഴിക്കേണ്ട രൂപങ്ങൾ അതൊരു പദ്യരൂപം എന്ന് പറയുമ്പം ഖദ്ദിം അല തുആമി തൂതൻ ഖൂഖ വമുശ്മിശൻ വത്തീന വൽബിത്തീഖ വമഅഹുൽ ഖിയാറു സുമ്മൽ ജൗസു കിസാഉ റുമ്മാനു കദാകൽ മൗസു وبعده الأجاس كمثراء نب كذاك تفاه ومثله الرطب. ഇങ്ങനെ ഒരു എൻ്റെ നെളുമ് കൊണ്ടുവരുന്നുണ്ട് മഹാന ഇമാം അജ്ഹൂരി തങ്ങളൊക്കെ. എന്നിട്ട് അവിടെ പറഞ്ഞു, ഖദ്ദിം അല തുആമി, ഭക്ഷണത്തിൻ്റെ മുമ്പ് മുന്തിച്ചു കൊണ്ടുവരണം പഴവർഗ്ഗങ്ങളിൽ നിന്ന്, വൽ ബിത്തീഖ്, ബത്തക്ക എടുത്ത് തന്നെ പറഞ്ഞു. അപ്പം എങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിലും
ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ സംഗതിയിൽ ബത്തക്ക ഭക്ഷണത്തിന്റെ മുമ്പ് തന്നെ കഴിക്കണം എന്നുള്ളത് അത് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് ഇബ്നു ഖയ്യിമുൽ ജൗസി അവിടുത്തെ സാദുൽ മആദ് എന്ന കിതാബുണ്ട് അതിൽ പറയുന്നതും കണ്ടു. ഇബ്നു ഖയ്യിമുൽ ജൗസിന്റെ സാദുൽ മആദിന്റെ 634 പേജിലായിട്ടുണ്ടോ വഫിൽ ബിത്തീഖി, ബിത്തീഖിനെ പറ്റി പറയണം, ബത്തക്കയെ പറ്റി പറയുന്ന വിഷയത്തിൽ പറഞ്ഞെടുത്ത് പറഞ്ഞു വയംബഗി അക്ലുഹു ഖബ്ല ത്വആമി വയുത്ബഉ ബിഹി വഇല്ല വസ്സ വഖയ്യ ആണ്ടോ. ഭക്ഷണത്തിന്റെ മുമ്പാണ് ഈ പറയുന്ന ബത്തക്ക കഴിക്കേണ്ടത്, എന്നിട്ട് പിന്നെ തുടർന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചു പോരണം. അല്ല എന്നുണ്ടെങ്കിൽ ഛർദ്ദലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും എന്ന് സാദുൽ മആദിൽ പറയുന്നുണ്ട്. ഇനി മാത്രമല്ല ഇബ്നു ഖയ്യിമുൽ ജൗസി തന്നെ സാദുൽ മആദിൽ നിന്നും തിബ് ചികിത്സ ആയിട്ടുള്ള കാര്യങ്ങൾ പൊറുക്കിയെടുത്തുകൊണ്ട് ഒരു കിതാബാക്കി സമാഹരിച്ചാണ് തിബ്ബുൻ നബവി എന്ന് പറയുന്നത്. സാദുൽ മആദിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് ചികിത്സ മാത്രമാക്കി എടുത്താണ്ട് തിബ്ബുൻ നബവി ഉണ്ടാക്കി ഈ പറയുന്ന ഇബ്നു ഖയ്യിമുൽ ജൗസി. ഈ പറയുന്ന തിബ്ബുൻ നബവിയിൽ ചില വൈദ്യന്മാരൊക്കെ പറയുന്ന സംഭവങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇതിന്റെ 263 264 പേജുകളിൽ നോക്കിയാൽ കാണും. വക്കാല ബഅദുൽ അത്തിബ്ബാഇ ഉണ്ടോ, ചില വൈദ്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നഹു ഖബ്ല ത്വആമി യഗ്സിലുൽ ബത്ന വസ്ലൻ വയുദ്ഹിബു ബിദ്ദാഇ അസ്ലാ. കണ്ടോ, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ മുമ്പ് നമ്മൾ ബത്തക്ക കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വയറൊന്ന് കഴുകിത്തരും, അതുപോലെ തന്നെ ഒരുപാട് രോഗത്തിന് ശമനം ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അല്ലാത്ത പക്ഷം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ അമർത്തിയിട്ട് വരുന്ന സമയത്ത് അത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആകെത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ പഴവർഗ്ഗങ്ങളൊക്കെ ഭക്ഷണത്തിൻ്റെ മുമ്പ് തന്നെയാണ് കഴിക്കാൻ വേണ്ടി പറയുന്നത്. ചിലതൊക്കെ കൂടെയും ശേഷം പറയുന്നുണ്ടെങ്കിലും ബത്തക്ക എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ മുമ്പ് തന്നെ കഴിച്ചോളണം, അതാണ് വേണ്ടത്. ആരോഗ്യ നിലയും രക്ഷപ്പെടാനും അതുപോലെ തന്നെ വയറ്റിലെ ആമാശയത്തിൽ സുതാര്യതയിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് നല്ലത് തന്നെയാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ നാടുകളിൽ നമ്മൾ പരിപാടിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ സംവിധാനിക്കുമ്പോഴൊക്കെ പരമാവധി ശ്രദ്ധിക്കുക ബത്തക്ക കഴിക്കുമ്പം. അതല്ല ഭക്ഷണത്തിൻ്റെ കൂടെ അല്ല, ഒറ്റക്കാണ് പിന്നെ അങ്ങനെ നമുക്ക് എപ്പോഴും കഴിക്കുക, അങ്ങനെയല്ല, ഭക്ഷണത്തിൻ്റെ കൂടെ ആകുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ എവിടെയെങ്കിലും മനുഷ്യനിൽ പോകുമ്പോൾ അവർ സംവിധാനിച്ച് എന്തോ ആവട്ടെ, ആമാശയം നമ്മളതല്ലേ. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ബത്തക്ക ഒന്ന് മാറ്റി നിർത്തിയാൽ മതി. മുമ്പ് കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കൂട്ടത്തിൽ കഴിക്കുന്ന സമയത്ത് അതുകൊണ്ട് കഴിക്കും, അതത്ര സുഖകരമാകൂല എന്നർത്ഥം കേട്ടോ.